അച്ഛനോടെ പോയത് ജോയ് അച്ഛങ്ങോട്ട് തന്നെയല്ലേ വന്നേ അച്ഛാ ഞാനങ്ങ് പണയം വെച്ച അന്നേരം ചോദിക്കണോ ചോദിക്കണ്ടോന്നൊന്നും ചിന്തിച്ചൊന്നുമില്ല. തോന്നിയ മാസം അല്ലേ ഇത് ഞാൻ ചെയ്തെങ്കിൽ എനിക്ക് അടി കിട്ടിയാണ്. നീ നോക്കിയോ, ഞാൻ എന്നെ ഇഷ്ടം മുടങ്ങും. അപ്പം നീ ചോദിക്കരുത് അത് എന്ത് ചെയ്ത് ഇത് എന്ത് ചോദിക്കരുത്. അങ്ങനെയെല്ലാം ചോദിച്ചാൽ ഞാൻ ഒരു വണ്ടി പിടിക്കും, കുത്തി തള്ളി കയറ്റും, പടവരെ താറ്റി കൊണ്ട് തള്ളും. ആ ഇപ്പൊ ഞാനറിഞ്ഞോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യം വരുമെന്ന്? അതുകൊള്ളാം. നിനക്കേ ഭയങ്കര അഹങ്കാരം, എല്ലാം ബുദ്ധിപൂർവ്വം അങ്ങ് ചിന്തിച്ച് ചെയ്യും. വലിയ ബുദ്ധിമതിയാണ് വിചാരം. അച്ഛാ ഇപ്പൊ എന്തായാലും സംഭവിക്കാനുള്ളൂ സംഭവിച്ചു, നമുക്ക് വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുക. വേറെ എന്താ വഴിയാടായി? ഒരു കാര്യം ചെയ്യ്, നീ വളരെ തമ്മ വരെ പോയി അവരെ കഴിച്ചിട്ട് സ്വർണ്ണമാലം വാങ്ങിച്ചോ. നിങ്ങൾ ഈ നാട്ടുകാരുടെ സ്വർണ്ണം കണ്ടിട്ടാണോ ജീവിച്ചു പോണത്? നീ വർത്താനം പറഞ്ഞ് ജയിക്കാതിരിക്കല്ലേ. ഇതിപ്പോ ഇവിടെ ആരും ജയിക്കണോ തോൽക്കണോന്നല്ല. അച്ഛൻ ആ പണിയുടെ പ്ലാൻ അങ്ങ് പൊളിച്ചാളാ, വെറുതെ എന്തിന്? നീ ആകടാ പറയാൻ. എടാ ഇത് പണിക്കൊന്നും അല്ലടാ, ഇത് വേറെന്തോ കാര്യത്തിന്. അത് ആ മട്ടുമാവൊക്കെ കാണുമ്പോ തന്നെ അറിഞ്ഞൂടെ? വേറെന്തോ ഉടായിപ്പാ, എന്താ കാര്യം? ഓ എന്തിന് ചെയ്യാതിന് സംശയം, അതാണല്ലേ പുതിയ രീതി. അല്ല സത്യം തുറന്നു പറ, എന്തിനാണിത്? തുറന്നു പറഞ്ഞോ. എനിക്ക് സത്യം പറയാൻ നീ ഒന്നും വിശ്വസിക്കൂല. അപ്പൊ ഞാൻ കള്ളം തന്നെ പറഞ്ഞത്. ഇനിയിപ്പോ സത്യം പറഞ്ഞാൽ കള്ളം പറഞ്ഞാൽ അല്ല അപ്പൊ അച്ഛന് വർക്കിന് വേണ്ടി കാശ് വേണമെന്ന് പറഞ്ഞത് കള്ളമാണോ? ഇവിടെ അല്ലാതെ എന്റെ ആവശ്യത്തിന് വേണ്ടി കാശ് വേണമെന്ന് പറഞ്ഞാൽ തിരിച്ച് കിട്ടില്ലെന്ന് പറയുമ്പോൾ തരൂല. ഇത് വർക്കിന് വേണ്ടി തരുമല്ലോ, അതല്ല വർക്കിന് വേണ്ടി കാശ് ചോദിച്ചത്. എന്നാലും തരാൻ പോണില്ല. അച്ഛാ അമ്മ എന്നാ മാല കിട്ടിയപ്പോ കഴുത്തിലിട്ടെന്നല്ലേ, അപ്പൊ അച്ഛൻ തന്നെ തിരിച്ചെടുത്ത് അങ്ങ് വിട്ട്. ഈ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ അതെടുത്ത് വിൽക്കുന്നും പറഞ്ഞിട്ട് ഇല്ലേ? എടാ അതൊക്കെ സോപ്പിടാനുള്ള നമ്പറായിരുന്നടാ. അന്ന് ആ മാല തിരിച്ച് എൻ്റെ കഴുത്തിലേക്ക് എടുത്തിട്ട് തന്നില്ലേ? ഒന്നേരം തൊട്ട് ഇങ്ങനെ ആലോചിക്കുക, അവളുടെ ആ മാല എങ്ങനെ മേടിക്കും എന്ന് തക്കം പാർത്തിരുന്നപ്പോഴാണ് പുതിയ നമ്പർ കിട്ടിയത്. തക്ക നോക്കിയാണ് നവാസിന്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ വന്നത്. നവാസിന്റെ അമ്മയ്ക്ക് ഓപ്പറേഷനാ? പിന്നെ അല്ലാതെ ഓപ്പറേഷൻ വയറുവേദനടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അപ്പൊ സ്കാൻ ചെയ്തപ്പോൾ വൈദ്യുതി മുഴ. നവാസിന്റെ ഉമ്മ ഇപ്പം അവന്റെ നവാസിന്റെ സൗകര്യം വിട്ടിരിക്കുകയാണ്. ഓപ്പറേഷന് 1 ലക്ഷം രൂപ വേണം. അപ്പോഴാണ് എന്റെ തമ്മ തന്നെ ചോദിച്ചത്. നേരത്തെ പറയണ്ടായിരുന്നോ അതിങ്ങോട്ട്? പറയാൻ നമുക്ക് എവിടെ പോണ്? അമ്മ എവിടെ പോണ്? അറിഞ്ഞൂടാ ഓപ്പറേഷൻ അല്ലേ? ഞാൻ കള്ളം പറഞ്ഞത്. മാലോടിച്ചേ പിടിക്കത്. ഇത് കൊണ്ടേ നവാസിന്റെ കൊടുത്തിട്ട് വിറ്റോ പണയം വെച്ചോ ഉമ്മയുടെ ഓപ്പറേഷൻ നടത്താൻ പറ. ചെല്ലേ. എന്തോന്ന് മാല ആലോചിക്കണേ? 24 മണിക്കൂർ നിങ്ങളെ കൊണ്ടു നടക്കണ മനുഷ്യനല്ലേ, ചെന്ന് കൊണ്ടേ കൊടുക്കത്. എടാ നീ അറിഞ്ഞാ നീ ഒരു മാല എത്ര ഒന്നര പറ്റ മാല ഓ കൊടുക്കാനാ? നവാസേ നന്ദിയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് ഉമ്മയുടെ ഓപ്പറേഷൻ നടത്താൻ നോക്ക്. ഈ ഓപ്പറേഷൻ ഒന്നും വെച്ചിട്ട് ഇരിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. ഒന്നാമത്തെ വയറ് തന്നെയാ. ആ ശരി, ഞാൻ ബാലുവിനെ കൊടുക്കാം. ഞാൻ എന്താ പറയടാ? ആ ശരി ശരി ശരി. ഞാനേ ഇത് നവാസിന്റെ കൈ കൊണ്ടു കൊടുത്തിട്ട് പെട്ടെന്ന് വരാം. നീ ഇപ്പോഴാണ് ഈ കുട്ടമ്പുഴ മോളായത്. കണ്ട നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും എൻ്റെ അച്ഛന് കിടക്കപ്പുറത്തി ഉണ്ടാവില്ല. അമ്മ എന്തായാലും ചെയ്തത് നല്ലൊരു കാര്യമാണ്. എടാ ഈ സ്വർണ്ണമാണെങ്കിലും പണമാണെങ്കിലും അത് വെറുതെ വീട്ടിലിരുന്ന് അതിന് വിലയൊന്നും ഉണ്ടാവില്ല. അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമ്പോഴാണ് അതിന് വില ഉണ്ടാവുക. കറക്റ്റ്. പക്ഷെ അച്ഛൻ്റെ കിട്ടുമ്പോൾ അതിന് വിലയില്ലാതാവും.